അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ എന്നെ ചവിട്ടിമെതിക്കുന്നു. യോദ്ധാവ് ദിവസം മുഴുവൻ എന്നെ ഞെരുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ എന്നെ ചവിട്ടിമെതിക്കുന്നു. യോദ്ധാവ് ദിവസം മുഴുവൻ എന്നെ ഞെരുക്കുന്നു. ദിവസം മുഴുവൻ ശത്രുക്കൾ എന്നെ ചവിട്ടിമെതിക്കുന്നു. അനേകം യോദ്ധാക്കൾ എനിക്കെതിരെ പ്രബലപ്പെടുന്നു. രാവും പകലും ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. അവിടുന്നിൽ ഞാൻ സമാശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാനാകും? അവർ ദിവസം മുഴുവൻ എനിക്കെതിരായി ആലോചിക്കുന്നു. എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നു. അപായപ്പെടുത്താൻ ഒളിവിൽ കാത്തിരിക്കുന്നവരെ പോലെ അവർ എന്റെ കാൽപ്പാടുകൾ നിരീക്ഷിക്കുന്നു. അവനെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് അവർ പറഞ്ഞു. ജനതകളോടുള്ള കോപത്തിൽ അങ്ങ് അവരെ വിധിക്കണമേ. ദൈവമേ, എന്റെ വിശ്വാസം ഞാൻ അങ്ങേ അറിയിച്ചു. എന്റെ കണ്ണീർ കണങ്ങൾ തിരുസന്നിധിയിൽ സൂക്ഷിക്കണമേ. അങ്ങയുടെ ഗ്രന്ഥത്തിൽ അവ രേഖപ്പെടുത്തണമേ. എന്റെ ശത്രുക്കൾ ലജ്ജിച്ച് പിന്തിരിയട്ടെ. ദൈവം എന്നോട് കൂടെയാണെന്ന് ഞാൻ അറിയുന്നു. ദൈവവചനം ഞാൻ കീർത്തിക്കുന്നു. ദൈവത്തിൽ സമാശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാനാകും? അങ്ങേക്കുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും. കൃതജ്ഞതയോടെ ഞാൻ ബലിയർപ്പിക്കും. എന്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും പാദങ്ങളെ വീഴ്ചയിൽ നിന്നും അങ്ങ് സംരക്ഷിച്ചു. ദൈവമേ, ജീവിക്കുന്നവരുടെ നാട്ടിൽ അങ്ങയുടെ സമക്ഷം ഞാൻ സംപ്രീതനാകുന്നതിന് വേണ്ടി തന്നെ.
ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കഷ്ടത തീരുന്നത് വരെ അങ്ങയുടെ ചിറകുകളുടെ കീഴിൽ എന്നെ കാത്തുകൊള്ളണമേ. അത്യുന്നതനായ ദൈവത്തെ, എന്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് തന്റെ കൃപയും സത്യവും അയച്ച് അവിടുന്ന് എന്നെ രക്ഷിച്ചു. എന്റെ ശത്രുക്കളെ നിന്നാപാത്രങ്ങളാക്കി നായ്ക്കളിൽ നിന്ന് എന്നെ രക്ഷിച്ചു. എന്തുകൊണ്ടെന്നാൽ മനമടുത്ത് ഞാൻ മയങ്ങിപ്പോയിരുന്നു. മനുഷ്യരുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാകുന്നു. അവരുടെ നാവ് മൂർച്ചയുള്ള വാള് പോലെയാകുന്നു. ദൈവമേ, ആകാശത്തിനു മേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ. ദിവ്യമഹത്വം ഭൂമിയിൽ നിറയട്ടെ. അവർ എന്റെ കാലുകൾക്ക് കെണിവെച്ച് എനിക്കായി കുഴി കുഴിച്ചു. അവർ തന്നെ അതിൽ വീണു. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ദൈവമേ, എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുകയും അങ്ങേക്ക് കീർത്തനം ആലപിക്കുകയും ചെയ്യും. എന്റെ കിന്നരമേ ഉണരുക, വീണയും തമ്പുരവും ഉണരട്ടെ. പുലരിയിൽ ഞാൻ ഉണർന്നിരിക്കും. ദൈവമേ, ജനങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങയെ വാഴ്ത്തും. ജനതകൾക്കിടയിൽ തിരുനാമം സ്തുതിക്കും. അങ്ങയുടെ കൃപ ആകാശത്തോളം വിശാലമാകുന്നു. അങ്ങയുടെ വിശ്വസ്തത വാനോളം ഉന്നതമാകുന്നു. ദൈവമേ, ആകാശത്തിന് മേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ. ദിവ്യമഹത്വം ഭൂമിയിൽ നിറയട്ടെ. മനുഷ്യരെ, നിങ്ങളുടെ സംസാരം നീതിനിഷ്ഠമാണോ? നിങ്ങളുടെ വിധികൾ ന്യായപൂർവമാണോ? ഭൂമിയിൽ നിങ്ങളെല്ലാവരും തിന്മ പറയുന്നു. നിങ്ങളുടെ കരങ്ങൾ അധർമ്മത്തിൽ കുരുങ്ങിക്കിടക്കുന്നു. ഉദരത്തിൽ വെച്ച് തന്നെ അധാർമികർ അകന്നുപോയി. വ്യാജം പറയുന്നവർ ജനനം മുതൽ വഴി പിഴച്ചിരിക്കുന്നു. അവരുടെ കോപം ഉഗ്രസർപ്പത്തിന്റെ ഇതുപോലെയാണ്. മന്ത്രവാദികളുടെയും പാമ്പാട്ടിയുടെയും സ്വരം കേൾക്കാതിരിക്കാൻ ചെവിയടയ്ക്കുന്ന അണലിയുടേതുപോലെ തന്നെ. അവർ അഗ്നിയിൽ ഉരുകിത്തീരുന്ന മെഴുകുപോലെയാകും. പ്രകാശം പരന്നെങ്കിലും അവർ സൂര്യനെ കാണുകയോ ഗ്രഹിക്കുകയോ ചെയ്തില്ല. അവരുടെ മുള്ളുകൾ മുൾപടർപ്പായി തീരും. കോപം അവരെ അസ്വസ്ഥരാക്കും. നീതിമാന് പ്രതിഫലമുണ്ടെന്നും ഭൂമിയിൽ വിധിയാളനായി ദൈവമുണ്ടെന്നും മനുഷ്യർ പറയും. നീതിനിഷ്ഠരെ ദൈവം സംരക്ഷിക്കുന്നു. ദുഷ്ടരെ ദൂരെ അകറ്റുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ശ്ലീഹന്മാരെ നാഥൻ മുതമൊടു പേരു വിളിച്ച ശിഷ്യഗണത്തിൽ ചേർത്തോരേ. ഉലകിൽ ശാന്തിയൊഴുക്കിയിടാൻ അവനോട് നിങ്ങൾ അനുദിനമെരിവോടു പ്രാർത്ഥിപ്പിൻ. യുദ്ധം നീക്കാൻ കലഹം മാറ്റാൻ തിരുസന്നിധിയിൽ യാചിപ്പിൻ. വൈദിക നിരയിൽ യോജിപ്പും ഭരണാധിപരിൽ രമ്യതയും നാനാദിക്കിലും ഒരുപോലെ ശാന്തിയും അൻപൊടു വർഷിക്കാൻ നാഥനു പ്രിയരാം നിങ്ങൾ തൻ പ്രാർത്ഥന ഞങ്ങൾ യാചിപ്പു സദയം കേൾക്കണമേ. ചെവിയിൽ മന്ത്രിച്ചത് പുറമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. സത്യം നിതരാം ഘോഷിച്ചവരം സ്ലീഹന്മാരാം സഭയിൽ ദൃഢമായി വിശ്വാസം. ആദിമുതൽക്കേ മർത്യർക്കെല്ലാം ദുർഗ്രഹമാകും നിത്യമനന്ത രഹസ്യത്തെ. താതൻ പുത്രൻ റൂഹായാകും പാവന ത്രിത്വ രഹസ്യത്തെ
മഹിമാപൂർണമതെന്നാലും സ്ലീഹർ സഭയിൽ വെളിവാക്കി, വചനത്താലതു തെളിവായി വ്യക്തതയോടെ അറിയിച്ചു. രാപകലെന്നെ ത്രിത്വത്തിൻ തിരുനാമത്തിൻ മഹിമയ്ക്കായി കർമ്മോത്സുകരായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. റൂഹാ നൽകിയ ശക്തിയതാലെ പ്രോജ്വലരായി ധന്യന്മാരാം സ്ലീഹന്മാർ, കണ്ടും കേട്ടും അനുഭവമായും നേടിയ സത്യം ധരയിൽ ചിതമായി ഘോഷിക്കാൻ. നാടും വീടും വിട്ടു നിതാന്തം തീക്ഷ്ണതയോടവർ യത്നിച്ചു. രക്ഷയുമുയരും തിങ്ങിടും അറിയുലകിൽ പാകിടാൻ. തെറ്റുകളകൾ വേരോടെ പിഴുതുകളഞ്ഞു നശിപ്പിച്ചു. വിശ്വാസികളാം ജനമകിലും സഭയാമുന്നത ഭവനത്തിൽ അവരെ വണങ്ങുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ. പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ, കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ. അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ് ശ്ലീഹ തെസലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 17 മുതൽ 3-ാം അധ്യായം 5 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, ആത്മനാ അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ മുഖാഭിമുഖം വീണ്ടും കാണാൻ അതീവ താൽപ്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ്?
അത് നിങ്ങൾ തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും. ഈ വേർപാട് ദുസ്സഹമായി തീർന്നപ്പോൾ ആഥൻസിൽ തനിച്ചു കഴിയാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോഥെയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു. പീഡനങ്ങൾ നിമിത്തം ആർക്കും ഇളക്കം തട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇതിനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. എന്തെന്നാൽ ഞങ്ങൾക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്കറിയുകയും ചെയ്യാം. ഇക്കാരണത്താലാണ് ഇനിയും കാത്തിരിക്കുക അസാധ്യമെന്ന് വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അന്വേഷിച്ചറിയാൻ ഞാൻ ആളയച്ചത്. പ്രലോഭകൻ നിങ്ങളെ ഏതു വിധത്തിലും പരീക്ഷയിൽ വീഴ്ത്തിയേക്കുമെന്നും ഞങ്ങളുടെ പ്രയത്നമെല്ലാം പാഴായി പോയേക്കുമെന്നും ഞാൻ ഭയപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.